شكرا يا ربي شكرا هديت قلبي شكرا نورت دربي شكرا شكرا يا ربي شكرا يا ربي شكرا هديت قلبي شكرا نورت دربي شكرا شكرا. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بكلمات الله التامة من كل شيطان وهامة ومن كل عين لامة ولا حول ولا قوة إلا بالله العلي العظيم. ബഹുമാന്യരായ സഹോദര സഹോദരിമാരെ, നമ്മൾ സൂറത്തുൽ മുദ്ദസിറാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 31-ാമത്തെ ആയത്തിലാണ് നമ്മുടെ ചർച്ചയുള്ളത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമാ ജഅൽനാ അസ്ഹാബൻ നാരി ഇല്ലാ മലായികതൻ വമാ ജഅൽനാ ഇദ്ദതഹും ഇല്ലാ ഫിത്നതൻ ലില്ലദീന കഫറൂ ലിയസ്തൈഖിന അല്ലദീന ഊതുൽ കിതാബ വയസ്ദാദ അല്ലദീന ആമനൂ ഈമാനൻ വലാ യർതാബ അല്ലദീന ഊതുൽ കിതാബ വൽ മുഅ്മിനൂൻ വലിയഖൂല അല്ലദീന ഫീ ഖുലൂബിഹിം മറദുൻ വൽ കാഫിറൂന മാദാ അറാദ അല്ലാഹു ബിഹാദാ مثلا كذلك يضل الله من يشاء ويهدي من يشاء وما يعلم جنود ربك إلا هو وما هي إلا ذكرى للبشر صدق الله العلي العظيم. ഈ ആയത്തിന്റെ അർത്ഥവും ആശയവും കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു. എങ്ങനെയാണ് ഈ ഒരു എണ്ണം കാഫിര്യങ്ങൾക്ക് പരീക്ഷണമാകുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. വമാ യഅലമു ജുനൂദ റബ്ബിക ഇല്ലാഹു. ഈ ആയത്തിന്റെ അവസാന ഭാഗത്തേക്ക് വരാം നമുക്ക്. വമാ യഅലമു ജുനൂദ റബ്ബിക ഇല്ലാഹു. അള്ളാഹുവിന്റെ സൈന്യങ്ങളെക്കുറിച്ച്, റബ്ബിന്റെ അങ്ങയുടെ രക്ഷിതാവിന്റെ സൈന്യങ്ങളെക്കുറിച്ച് അള്ളാഹുവിനല്ലാതെ അറിയുകയില്ല എന്നാണ്. അള്ളാഹുവിന്റെ സൈന്യം എന്ന് പറഞ്ഞാൽ അത് വളരെ വിശാലമായ സൈന്യമാണ്. അതിൽ മലക്കുകളുണ്ട്, അല്ലാത്തവരുണ്ട്, ചെറിയ ജീവികളുണ്ട്, ജറാദടക്കമുള്ള വെട്ടുകിളികളടക്കമുള്ള ജീവജാലങ്ങളുണ്ട്. പിന്നെ അതേപോലെ പല സമയങ്ങളിലും പലതുകൊണ്ടുമാണ് അള്ളാഹുവിനെ പരീക്ഷിക്കുന്നത്, അല്ലേ? അതൊക്കെ അള്ളാഹുവിന്റെ സൈന്യങ്ങളിൽ പെടും എന്നാണ്. അള്ളാഹുതആല മുൻകഴിഞ്ഞ സമൂഹങ്ങളെ ശിക്ഷിക്കാൻ ഉപയോഗിച്ച പല രൂപങ്ങൾ, അതൊക്കെ അള്ളാഹുവിന്റെ സൈന്യങ്ങളിൽ പെടും. അതുപോലെ തന്നെ ഇപ്പം നമ്മളിപ്പോൾ അടുത്ത് കണ്ട കൊറോണ അതിൽപ്പെടുന്ന ഒരു സൈന്യമാണ്. നമ്മളെ കണ്ണുകൊണ്ട് കാണാത്ത റബ്ബിന്റെ സൈന്യമായി നമുക്കിതിനെ വിശേഷിപ്പിക്കാം. വമാ യഅലമു ജുനൂദ റബ്ബിക ഇല്ലാഹു. അള്ളാഹുവിന്റെ സൈന്യങ്ങൾ ആരൊക്കെയാണ് എന്ന് അള്ളാഹുവിനെ അറിയൂ. അത് എത്ര ഉണ്ടെന്നോ ആരൊക്കെയാണെന്നോ ഏതൊക്കെ വിഭാഗങ്ങളാണെന്നോ എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. അത് ചിലപ്പോൾ അബാബിൽ പക്ഷികളായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ചുട്ടുപഴുത്ത കല്ലുകൾ ഏറ്റുവരുന്ന മറ്റെന്തെങ്കിലും സംഗതികളായിരിക്കാം, ചിലപ്പോൾ നമ്മുടെ കൃഷികൾ ഒന്നായിട്ട് തിന്ന് നശിപ്പിക്കുന്ന ജറാദുകളായിരിക്കാം, ചിലപ്പോൾ ബനൂ ഇസ്രായേലിന് കൊടുത്തതുപോലെയുള്ള എന്താണ് പറയുക പേനുകൾ, അല്ലെ? പേനുകളെ കൊണ്ട് പരീക്ഷിച്ചില്ലേ, രക്തം കൊണ്ട് പരീക്ഷിച്ചില്ലേ, തവള കൊണ്ട് പരീക്ഷിച്ചില്ലേ? ഇതൊക്കെ വമാ യഅലമു ജുനൂദ റബ്ബിക ഇല്ലാഹു. അള്ളാഹു ഏതൊക്കെ രൂപത്തിലാണ് സൈന്യങ്ങളെ അയക്കുക എന്ന് പറയാൻ കഴിയില്ല. ഇവിടെ നമുക്ക് മലക്കുകളെ കുറിച്ചെടുക്കാം. മലക്കുകളെ കുറിച്ചാണല്ലോ നമ്മുടെ ചർച്ചയുള്ളത്. വമാ യഅലമു ജുനൂദ റബ്ബിക ഇല്ലാഹു. മലക്കുകളുടെ എണ്ണം എത്രയാണ് എന്ന് ആർക്കും കൃത്യമായി അറിയില്ല. മലക്കുകളും അള്ളാഹുവിന്റെ സൈന്യങ്ങളിൽപ്പെട്ട ഒരു വിഭാഗമാണ്. അത് അള്ളാഹുവിനല്ലാതെ ആർക്കും അറിയില്ല, റബ്ബിനൊഴികെ അറിയില്ല. സുബ്ഹാനല്ലാഹ്. എത്ര മലായിക്കത്തുണ്ടെന്ന് ആർക്കെങ്കിലും അറിയോ? ഇല്ലല്ലോ. എന്തിനങ്ങനെ പറഞ്ഞതെന്നറിയോ? 19 ആളുകളാണ് നരകത്തിന്റെ കാവൽക്കാരെന്ന് പറഞ്ഞപ്പോൾ 19 ആൾക്കാരെ ആകെ ഉള്ളൂ എന്നൊരു തെറ്റിദ്ധാരണ വരണ്ട. അത് അള്ളാഹ്ക്ക് മാത്രമേ എത്രയാണ് മലക്കുകളുടെ എണ്ണമെന്ന് അറിയുള്ളൂ. സുബ്ഹാനല്ലാഹ്. ഇസ്രായേലിനെ കുറിച്ച് പറയുന്ന ഹദീസിലുണ്ടല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ബൈത്തുൽ മഅമൂർ എന്ന ആ മഹത്തായ ഭവനത്തെ, ആകാശലോകത്തുള്ള കഅബയുടെ നേരെ മുകളിലുള്ള ബൈത്തുൽ മഅമൂർ എന്ന് പറഞ്ഞ ആ ഭവനത്തെ ചുറ്റുന്ന മലായിക്കത്തിന്റെ എണ്ണത്തെക്കുറിച്ച് പറഞ്ഞ ഹദീസ് വളരെ അത്ഭുതകരമായ ഹദീസാണിത്. ഓരോ ദിവസവും 70,000 മലക്ക് ആ ബൈത്തുൽ മഅമൂറിന്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് കടന്നു പോകുന്നുണ്ട്. ഓല് പിന്നെ പുറത്തേക്ക് വരുന്നില്ല. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുകയാണ് എത്രയാണ് അള്ളാഹുവിന്റെ മലക്കുകളുടെ എണ്ണമെന്ന്. ഓരോ ദിവസവും ആ ബൈത്തുൽ മഅമൂറിന്റെ ഉള്ളിലേക്ക് സുബ്ഹാനല്ലാഹ് 70,000 മലക്കുകൾ കടക്കുന്നുണ്ട്. പിന്നെ അവർ സുമ്മലായ ഒഴുതുവെങ്കിലും മടങ്ങി വരൂല. അപ്പൊ എത്ര മലക്കുകളുണ്ടാവും? യാ റബ്ബ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ ഗനീമത്ത്, ഇങ്ങനെ ഹുനൈൻ യുദ്ധം കഴിഞ്ഞതിന് ശേഷം ഗനീമത്ത് വീതിക്കുന്ന സമയത്ത് സഹാബത്തുണ്ട്, എല്ലാവരും ഉണ്ട്, ജിബ്രീൽ അലൈഹിസ്സലാമും കൂടെ ഉണ്ട്. പിന്നെ ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് നബിയുടെ അടുത്തിരിക്കുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഒരു മലക്ക് വന്നു. അവിടെ ജിബ്രീൽ അലൈഹിസ്സലാം ഉണ്ട് നബിൻ്റെ അടുത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ആ സമയത്ത് വേറൊരു മലക്ക് വന്നിട്ട്
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, ഇന്ന റബ്ബക യഅ്മുറുക ബികദാ വകദ, നിന്റെ റബ്ബ് ഇന്നതിന്നതൊക്കെ പറയുന്നുണ്ട്. അങ്ങയുടെ റബ്ബ് ഇന്നതും ഇന്നതൊക്കെ പറയുന്നുണ്ട് എന്നാ മലക്ക് വന്നിട്ട് പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്. എന്ന് പറഞ്ഞാൽ വേറെ അള്ളാഹുവിൻ്റെ ഒരു കൽപ്പന വേറൊരു മലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വന്ന് അറിയിച്ചു കൊടുത്തു. അപ്പോൾ ഇത് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കൊരു പേടി, എൻ്റെ അടുത്ത് ജിബ്രീൽ ഇരിക്കുന്നുണ്ടല്ലോ, പിന്നെ ഇപ്പം എന്താ വേറൊരു മലക്കിനെ പറഞ്ഞയച്ചിട്ട് എനിക്ക് വേറൊരു സന്ദേശം തരാൻ, ഈ വന്നത് ഇനി ശൈത്താനറ്റാവോ? അങ്ങനെ ഉണ്ടാവുമല്ലോ, ഈ വന്നത് പിശാചറ്റാവോ? അങ്ങനെ പേടി തോന്നി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉടനെ അടുത്തുണ്ടായിരുന്ന ജിബ്രീൽ അലൈഹി സ്വലാമിനോട് ചോദിച്ചു, യാ ജിബ്രീൽ അതഅരിഫുഹു, ഈ വന്ന ആളെ ആരാണെന്ന് നിങ്ങൾക്കറിയോ? അപ്പോൾ ജിബ്രീൽ അലൈഹി സ്വലാം പറഞ്ഞു, ഹുവ മലക്കുൻ, അതൊരു മലക്കാണ് നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങയുടെ രക്ഷിതാവിൻ്റെ എല്ലാ മലക്കിനെയും എനിക്കെന്നെ അറിയില്ല. ജിബ്രീൽ അലൈഹി സ്വലാം പറയണം, വമാ കുല്ലു മലായികത്തി റബ്ബിക ആരിഫ്, എനിക്കറിയില്ല എല്ലാ മലക്കുകളും. ഇപ്പോൾ വന്നതൊരു മലക്കാണ്. എത്ര മലക്കുണ്ട്, ആരൊക്കെയാണ് ഏതൊക്കെയാണെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ അങ്ങയുടെ അടുത്തേക്ക് വന്നത് മലക്കാണ്. സുബ്ഹാനല്ലാഹ്, അതൊരു മലക്കാണ്. ആരാന്നറിയില്ല, അതൊരു മലക്കാണ്. എല്ലാവരെയും എനിക്ക് കൃത്യമായിട്ട് അറിയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ജിബ്രീൽ അലൈഹി സ്വലാം പറഞ്ഞു. സുബ്ഹാനല്ലാഹ്. മൂസാ നബി അലൈഹി സ്വലാം ഒരിക്കൽ അള്ളാഹുവിനോട് ചോദിച്ചു, ആരാണ് റബ്ബേ ആകാശത്തുള്ളത്? യാ റബ്ബി മൻ ഫിസ് സമാ. അപ്പോൾ മൂസാ നബി അലൈഹി സ്വലാമിനോട് അള്ളാഹു പറഞ്ഞു, മലായികത്തി, എൻ്റെ മലക്കുകളാണ്. അപ്പോൾ ചോദിച്ചു, കം ഇദ്ദത്തുഹും യാ റബ്ബ്, എത്ര എണ്ണുണ്ട്? അപ്പോൾ അള്ളാഹു തആല പറഞ്ഞു, 12 സിബ്തൻ, 12 വിഭാഗങ്ങളുണ്ട്. 12 വിഭാഗങ്ങളുണ്ട്. അപ്പോൾ മൂസാ നബി അലൈഹി സ്വലാം ചോദിച്ചു, കം ഇദ്ദത്തു കുല്ലി സിബ്തിൻ, ഓരോ വിഭാഗങ്ങളുടെയും എണ്ണം എത്രയാണ്? അള്ളാഹു തആല പറഞ്ഞെന്താണെന്നറിയോ? അദദു തുറാബ്, അദദു തുറാബ്, മണ്ണിൻ്റെ എണ്ണം. സുബ്ഹാനല്ലാഹ്, മൺതരികളുടെ എണ്ണം ആർക്കെങ്കിലും കണക്കൂട്ടാൻ പറ്റും? മൺതരികളുടെ എണ്ണം? യാ അല്ലാഹ്. ഇമാം സഅലബി തങ്ങൾ ഇത് ഉദ്ധരിച്ചിട്ടുണ്ട്. വമാ യഅലമു ജുനൂദ റബ്ബിക ഇല്ലാഹു, അള്ളാഹുവിൻ്റെ സൈന്യങ്ങൾ എത്രയാണ് എന്ന് പറഞ്ഞാൽ മലായിക്കത്തിന്, ഇവിടെ നമ്മൾ മലായിക്കത്തിനെ കുറിച്ചാണ് പറയുന്നത്, മലായിക്കത്തിൻ്റെ എണ്ണം എത്രയാണ് എന്ന് ആർക്കും അറിയില്ല. ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി അബൂദർ എന്നവരെ കുറിച്ച് ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ പറഞ്ഞതായിട്ടുണ്ടല്ലോ, നിങ്ങൾ കാണാത്ത പലതും ഞാൻ കാണുന്നുണ്ട്, നിങ്ങൾ കേൾക്കാത്ത പലതും ഞാൻ കേൾക്കുന്നുണ്ട്. ആകാശത്ത് 4 വിരൽ വെക്കാനുള്ള സ്ഥലം ഉണ്ടെങ്കിൽ ആ സ്ഥലത്തൊക്കെ ഒരു മലക്ക് സുജൂദ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. 4 വിരൽ വെക്കാനുള്ള സ്ഥലം ആകാശത്തുണ്ടെങ്കിൽ അവിടെ ഒരു സുജൂദ് ചെയ്യണ മലക്കുണ്ടാവും. അപ്പോൾ എത്ര സ്ഥലം ഉണ്ടാവും, എത്ര മലക്കുകളുണ്ടാവും? 4 വിരൽ വെക്കാൻ എത്ര സ്ഥലം വേണം? അതൊരു ഉദാഹരണം പറഞ്ഞതാണ്. എന്ന് പറഞ്ഞാൽ ചെറിയ സ്ഥലം, എല്ലായിടത്തും മലക്കുകൾ പരന്നു കിടക്കുകയാണ്, അവർ സുജൂദ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. ഞാൻ അറിയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിയുകയാണെങ്കിൽ നിങ്ങൾ കുറച്ച് ചിരിക്കുകയും കൂടുതൽ കരയുകയും ചെയ്യുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ നേരെ തിരിച്ചാണ്, നമ്മൾ ഭയങ്കര ചിരിയും കുറച്ച് കരച്ചിലുമാണ് നമ്മൾ. സുബ്ഹാനല്ലാഹ്. ഞാൻ അറിയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിയുകയാണെങ്കിൽ നിങ്ങൾ കുറച്ച് ചിരിക്കുകയും കൂടുതൽ കരയുകയും വിരിപ്പുകളിൽ പെണ്ണുങ്ങളോടൊത്ത് നിങ്ങളുടെ ഭാര്യമാരോടൊത്ത് നിങ്ങൾ സുഖിക്കുകയും ചെയ്യില്ലായിരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ആ കാര്യം അത്രയും ഗൗരവമാണെന്ന് അർത്ഥം. ആഖിറത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, സ്വർഗനരകങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, ഹിസാബ് കിതാബുകളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ, സിറാത്ത് മീസാനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ എങ്ങനെ മനസ്സിനോട് ചിരി വരിക? അത് ചിന്തിക്കാതെ മറന്നു നടക്കുന്നതുകൊണ്ടാണ് നമുക്കങ്ങനെ ചിരിക്കാൻ കഴിയണേ. യാ അല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ മറ്റൊരു ഹദീസിൽ ഇങ്ങനെയുണ്ട്, 7 ആകാശങ്ങളിലും ഒരു കാല് വെക്കാനുള്ള സ്ഥലം ഉണ്ടെങ്കിൽ അവിടെയൊക്കെ മലക്കുണ്ട്. മലക്കുകളില്ലാതെ ഒരു ചാണ പോലും സ്ഥലവും ആകാശത്ത് ഒഴിവില്ല. ഒന്നുകിൽ ആ മലക്ക് നിന്നിട്ട് അള്ളാഹുവിന് തസ്ബീഹ് ചൊല്ലുകയാണ്, അതല്ലെങ്കിൽ ആ മലക്ക് സുജൂദ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതല്ലെങ്കിൽ റുക്കൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയൊക്കെ ആകാശലോകത്ത് ഓരോ സ്ഥലത്തും മലക്കുകൾ റുക്കൂഇലായും സുജൂദിലായും ഒക്കെ അള്ളാഹുവിന് തസ്ബീഹ് ചൊല്ലിയും കൊണ്ടും ഇബാദത്ത് ചെയ്തുകൊണ്ടുമേ ഇരിക്കുകയാണ്. ഖിയാമത്ത് നാൾ വരെ അങ്ങനെ തന്നെയാണ്. എന്നിട്ട് ഖിയാമത്ത് നാളായാൽ ഇവരെല്ലാവരും കൂടെ വന്നിട്ട് പറയും അത്രേ, സുബ്ഹാനക മാ അബദ്നാക ഹത്ത ഇബാദതിക് യാ റബ്ബ്, യാ റബ്ബ് സുബ്ഹാനക മാ അബദ്നാക ഹത്ത ഇബാദതിക് ഇല്ലാ അന്നാ ലം നുശ്രിക ബിക ഷൈആ
മലക്കുകൾ ഇങ്ങനൊക്കെ ഇബാദത്ത് ചെയ്തിട്ടും ഖിയാമത്ത് നാളായാലും അള്ളാഹുവിൻ്റെ അടുക്കൽ വന്നിട്ട് പറയത്തില്ല, പടച്ചോനെ ഞങ്ങൾ നിന്നെ വേണ്ടതുപോലെ ഇബാദത്ത് ചെയ്തിട്ടില്ല, മാ അബദ്നാക നിന്നെ ഞങ്ങൾ ആരാധിച്ചിട്ടില്ല, ഹഖ്ഖ ഇബാദത്തിക ശരിക്ക് നിന്നെ ഇബാദത്ത് ചെയ്യേണ്ട ശരിയായ രൂപത്തിൽ ഞങ്ങൾ ചെയ്തിട്ടില്ല, ശരിക്കും ഞങ്ങൾ ചെയ്തിട്ടില്ല, അത് ശരി. പക്ഷേ എന്നിട്ടും ഞങ്ങൾ ചെയ്ത ഇബാദത്തുകളൊന്നും നിന്റെ മഹോന്നത്വത്തിന് നിന്റെ ഔന്നത്വത്തിന് ചേർന്നതല്ല റബ്ബേ. ഞങ്ങൾ നിനക്ക് വേണ്ടതുപോലെയുള്ള ഇബാദത്ത് ഞങ്ങൾ ഇതുവരെ ചെയ്തിട്ടില്ല. എവിടെ ജനിച്ചത് അള്ളാഹു തആല സൃഷ്ടിച്ചത് മുതൽ അവസാനം വരെ ഇതേ സുജൂദും ഇബാദത്തുമായി കൊണ്ടു നടന്നിരുന്ന മലക്കുകളാണ് അള്ളാഹുവിനെ വിളിച്ചിട്ടുണ്ടാ പറയുന്നത്. അപ്പം നമ്മളെ അവസ്ഥ എന്താ? നമ്മളെ ഇബാദത്തും അള്ളാഹുമായുള്ള ബന്ധം എന്താണ്? യാ അല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന മറ്റൊരു ഹദീസിൽ ഇങ്ങനെ കാണാം, അള്ളാഹുവിന് മലായിക്കത്തുകളുണ്ട്, അള്ളാഹുവിന് ചില മലായിക്കത്തുകളുണ്ട്, അവര് സുജൂദിലാണ്. എപ്പോ മുൻദു ഖലഖസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളെ അള്ളാഹു തആല സൃഷ്ടിച്ചത് മുതൽ അവർ സുജൂദിലാണ്. ലം യർഫഉ റൂസഹും, അവരുടെ തല അവർ പൊക്കൂല. ഖിയാമത്ത് നാൾ വരെ സുജൂദിന് അവർ തല പൊക്കൂല. അങ്ങനെയുള്ള ചില മലക്കുകൾ അള്ളാഹുവിനുണ്ട്. ഖിയാമത്ത് നാൾ വരെ സുജൂദിൽ തന്നെ. എന്നിട്ട് ഖിയാമത്ത് നാളാകുമ്പോൾ തല പൊക്കിയിട്ട് അള്ളാഹുവിനോട് പറയൂത്രേ, സുബ്ഹാനക മാ അബദ്നാക ഹഖ്ഖ ഇബാദതിക റബ്ബേ, നിന്നെ ഞങ്ങൾ വേണ്ടതുപോലെ ആരാധിച്ചിട്ടില്ല. അതാണ് അള്ളാഹുവിൻ്റെ മലായിക്കത്ത്. അള്ളാഹുവിൻ്റെ സൈന്യങ്ങളിൽപ്പെട്ട വലിയൊരു വിഭാഗമാണ് അവർ. വമാ യഅലമു ജുനൂദ റബ്ബിക ഇല്ലാ ഹു. അള്ളാഹുവിൻ്റെ മലായിക്കത്ത് നമ്മളുമായി അഭേദമായ ബന്ധമുള്ള ആളുകളാണ്, നമ്മൾ പരിചരിക്കുന്ന ആളുകളാണ്, നമ്മൾ സംരക്ഷിക്കുന്ന ആളുകളാണ്, നമ്മുടെ രേഖകൾ രേഖപ്പെടുത്തുന്ന ആളുകളാണ്. അതിനൊക്കെ പുറമെ നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്ന ആളുകളാണ്. സുബ്ഹാനല്ലാഹ്, മലായിക്കത്ത് നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്ന ആളുകളാണ്. നമ്മുടെ അത്രയും സ്നേഹമാണെന്നർത്ഥം. അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം നമ്മളെ സ്നേഹിക്കുന്ന, നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്ന ആളുകളാണ് അള്ളാഹുവിൻ്റെ മലായിക്കത്ത് എന്ന് നിരവധി ഹദീസുകളിലുണ്ട്. അതിലേറെ ആയത്തുകളിൽ തന്നെ അള്ളാഹു തആല വിശദമായി വ്യക്തമായി ആ വിഷയം സൂചിപ്പിച്ചിട്ടുമുണ്ട്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ വമാ യഅലമു ജുനൂദ റബ്ബിക ഇല്ലാ ഹുവ, അള്ളാഹുവിൻ്റെ സൈന്യങ്ങൾ അള്ളാഹുവിന് മാത്രം അറിയൂ. നമുക്ക് ആകെ കുറച്ച് മലായിക്കത്തിൻ്റെ പേരറിയാം. നമ്മുടെ മദ്രസയിൽ നിന്ന് എണ്ണിപ്പടിച്ചിരുന്ന ജിബ്രീൽ, മീകായിൽ, ഇസ്രാഫിൽ അലൈഹിം വസ്സലാം തുടങ്ങിയ കുറച്ച് ആളുകൾ, അസ്രായിൽ അലൈഹിസ്സലാം, അങ്ങനെ തുടങ്ങിയ കുറച്ച് ആളുകളുടെ പേര് നമുക്കറിയാം. ഇതിലപ്പുറം എന്തറിയാം? അവരുടെ തന്നെ അവർക്ക് ഏൽപ്പിക്കപ്പെട്ട ചില ദൗത്യങ്ങളും നമുക്കറിയാം. ബാക്കിയൊക്കെ അള്ളാഹുവിനാണ് അറിയുന്നത്. അതുകൊണ്ടാണ് ഈമാൻകാരൊക്കെ പറയുമ്പോൾ പറയില്ലേ, മലായിക്കത്തിനെ കൊണ്ട് പൊതുവായി വിശ്വസിക്കുക, അറിഞ്ഞ കാര്യങ്ങളും ഹദീസിലും ഖുർആനിലും വന്ന കാര്യങ്ങളും പിന്നെ പൊതുവായി നമ്മൾ വിശ്വസിക്കണം. മുർസലുകളെ കുറിച്ചും അങ്ങനെ തന്നെയാണ്. അമ്പിയാ മുർസലുകളെ കുറിച്ച് നമ്മൾ പൊതുവരെ എണ്ണത്തിലാണ് വിശ്വസിക്കുക ചെയ്യുക. കുറച്ച് ആളുകൾ നമുക്ക് പേരും കാര്യങ്ങളൊക്കെ അറിയുള്ളൂ, അത് അപ്പടി വിശ്വസിക്കുകയും ബാക്കിയുള്ളവരെ പൊതുവായി വിശ്വസിക്കുകയും വേണം. അങ്ങനെയാണ് ഈമാൻ പൂർണ്ണമാവുന്നത്. നമ്മൾ അറിയാത്ത കാര്യങ്ങളൊന്നും ഇല്ലാത്തതാണെന്ന് പറയാൻ പറ്റില്ലല്ലോ. അതൊക്കെ നിഷേധിക്കുന്ന ആളുകളുണ്ട്. മലായിക്കത്തില്ല എന്നും വെറും മിഥ്യയാണ് എന്നൊക്കെ പറയുന്നത് നിഷേധിക്കുന്ന ആളുകളുണ്ട്. നമ്മളങ്ങനെയല്ല, അവ ഉണ്ട്, അതിന് എണ്ണവും കാര്യങ്ങളും കൃത്യമാണെന്ന് അള്ളാഹുവിനെ അറിയുകയുള്ളൂ. പക്ഷെ നമ്മൾ അവരിൽ വിശ്വസിക്കുന്ന ആളുകളാണ്. ഇൻഷാ അല്ലാഹ് കുറച്ചുകൂടെ നമുക്കിത് സംബന്ധമായിട്ട് അടുത്ത ക്ലാസ്സിൽ പറയാം. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.